ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ തിരുവനന്തപുരം ടു ആലപ്പുഴ, ഇതാണ് നമ്മുടെ യാത്ര. അപ്പം ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോണത് ഞങ്ങളുടെ അണ്ണൻ്റെ സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോയി ഇപ്പോൾ ലീവിന് വന്നിട്ട് അണ്ണന് ഇതുവരെയും പോയിട്ടില്ല. അപ്പം പോകുന്ന മുമ്പേ അമ്മയെ ചെന്നൊന്നും കാണണം, അത് അണ്ണന് എപ്പോഴും ഉള്ള ഒരു നിർബന്ധമാണ്. പോയി ഒരു നിമിഷമെങ്കിലും അമ്മയടുത്ത് കുറച്ച് സമയം ഇരിക്കുക, അമ്മയൊന്ന് കാണുക, പിന്നെ മാക്സിമം കാണാൻ പറ്റാവുന്നിടത്തൊക്കെ പോകാനും നോക്കുക. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെയെന്ന് അറിയത്തില്ല, കാലാവസ്ഥ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. കാരണം വണ്ടിയിലിരുന്നപ്പോഴത്തേക്ക് കാലാവസ്ഥ അനുകൂലമല്ലാത്തതുപോലെ തോന്നലുണ്ട്. അതുകൊണ്ടിട്ട് നമുക്ക് തിരിച്ച് വരികയും വേണം. കാരണം മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടതാണ്. അവിടെ നിൽക്കേണ്ട ഒരു വലിയ താല്പര്യം പിള്ളേർക്കില്ല. കാരണം നിൽക്കേണ്ട സാഹചര്യമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ടിട്ടുള്ള ഇതാണ്, ബുദ്ധിമുട്ടാണ്. കിടക്കാനുള്ള റൂമും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അവർക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. പിള്ളേരെ അതുകൊണ്ടിട്ട് അവർക്ക് വലിയ ഒരു താല്പര്യമില്ല. എന്നാലും അച്ചാമ്മയെ പോയി ഒന്ന് കാണുക എന്നുള്ളത് ഒരു വലിയ ഇതാണ്. പക്ഷേ പിടിവാശിയുണ്ട് അവർക്ക്. ഇനി വരാതിരിക്കാൻ അവർ ഒത്തിരി ഇതൊക്കെ കാണിച്ചു. കാരണം അങ്ങനെയൊന്നുമല്ല, അത് നമ്മൾ പറയും പോലെയല്ല. നിങ്ങളൊക്കെ വിചാരിക്കും എന്താ അങ്ങനെ എന്നൊക്കെ ചിലപ്പം ചോദിക്കും. കാരണം കുഞ്ഞു മനസ്സല്ലേ, അവരെത്ര ഇതായിരുന്നാലും അവരുടെ മനസ്സിൽ ഓരോന്ന് പതിഞ്ഞു പോയി അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അത് നമ്മളൊക്കെ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. നമ്മളെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒരു വേദന അല്ലെങ്കിൽ ഒരു വിഷമം വന്നു പോയാൽ അത് കുഞ്ഞായാലും വലിയവരായാലും അവർക്കതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് വിഷമം അവരുടെ മനസ്സിൽ തങ്ങിപ്പോവും. കാരണം അതുപോലൊരു അവസ്ഥയിൽ കൂടെയാണ് ഞങ്ങൾ ഒരു സമയത്ത് കടന്നു പോയത്. 2018 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വെള്ളപ്പൊക്ക സമയം ആലപ്പുഴ ജില്ലയ്ക്ക് എല്ലാവർക്കും, ആലപ്പുഴയുള്ളവർക്കാവട്ടെ കുട്ടനാട്ടിലുള്ളവർക്കാവട്ടെ അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതേ ഒരു സമയത്ത് ഞങ്ങൾ അവിടെ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അവസ്ഥയാണ്. ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആൾക്കാരാണ്. അതിനു മുമ്പാകട്ടെ ആദ്യമായിട്ട് ആരായിരുന്നാലും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കിട്ടുന്ന കാശിന് സ്വന്തമായിട്ടൊരു കൂര, അതായത് സ്വന്തമായിട്ടൊരു കിടപ്പാടം ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. പക്ഷേ അതേ സ്വപ്നം എൻ്റെ അണ്ണനും കഷ്ടപ്പെട്ട് നേടിയെടുത്തത് ഒരു ഭവനം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് സ്വന്തമാക്കി തരാൻ അവിടെയുള്ളവർക്ക് പറ്റിയില്ലെന്ന് വെച്ചാൽ അവർ തന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൂടി ഞങ്ങൾ കടന്നുപോയി. വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ട് മക്കളുടെ മനസ്സിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലപ്പുഴയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലപ്പുഴയ്ക്ക് എത്തി ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് അമ്പലപ്പുഴയ്ക്ക് പറഞ്ഞവർക്കൊക്കെ ഇവിടെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം മക്കളുടെ മനസ്സെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ്. നമ്മളെന്നല്ല, ആരായിരുന്നാലും നമ്മുടെ മക്കളുടെ മനസ്സായിരുന്നാലും ആരുടെ മനസ്സായിരുന്നാലും വേദനിപ്പിച്ചാൽ അവർക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന കൊച്ചുങ്ങളാണ് ഇപ്പോഴുള്ളത്. പണ്ടത്തെ മക്കളെ പോലത്തെ ക്ഷമയും സഹനശക്തിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അത് കാരണം എന്താണെന്നറിയാം, നമ്മൾ അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുഞ്ഞു മക്കളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മായത്തില്ല. അത് എത്ര സ്വർണം കൊണ്ട് മൂടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും മായത്തില്ല. അത് നമ്മളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കത് കാണും. കാരണം അവരെ അമ്മയോടും അച്ഛനോടും ഓരോരുത്തർ കാണിക്കുന്നത് അവർക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയൊക്കെ തന്നെ. നിങ്ങളറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അത് ഞങ്ങൾ എല്ലായിടത്തും പറയുന്നില്ല. കാരണം ചിരിച്ച് നടക്കുന്നൊരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിലുള്ള വിഷമം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അപ്പം ഈ ഒരു കുഞ്ഞു സന്തോഷത്തിൽ നിങ്ങളെ കൂടി പങ്കു ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പം ഞങ്ങൾ 4 പേര് അമ്പലപ്പുഴ ഇറങ്ങിയിട്ട് നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ വീട്ടിൽ പോണ വഴിക്ക് തന്നെ ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് രാവിലെ ഇറങ്ങിയത് കാരണം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോണ വഴിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് പോയ അമ്പലപ്പുഴ ക്ഷേത്രവും പടിഞ്ഞാറോട്ട് പോയാൽ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലമാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ തരണേ കൂട്ടുകാരെ. അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുമോ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ തള്ളേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരോട് പറയുക, ഞങ്ങൾക്ക് പണിയൊക്കെ ഉണ്ട്, ഒത്തിരി പണികളുണ്ട്. പണി ചെയ്താലും തീരാത്ത അത്ര പണികൾ ഞങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പം